നമ്മൾ എന്റെ ഇവിടെ സമസ്ത കാട്ടി നിൽക്കണ്ടല്ലോ. സമസ്ത ചെയ്തതിന്റെ വിവരങ്ങൾ ഈമാനാണ് ഏറ്റവും വലുത്. ഈമാനാണ് ഏറ്റവും വലുത്. ഈമാൻ ഇല്ലാതെ നമ്മൾ ഇവിടുന്ന് എവിടേക്ക് പോയിട്ടും കാര്യമില്ല. ഈമാൻ പ്രകാശിപ്പിച്ച് നിർത്തി. അതല്ല സമസ്തന്റെ ആര്യങ്ങൾ ചെയ്തത്. ഏത് മാമാക്കും, ഏത് വല്യപ്പാക്കും, ഏത് ഫക്കീറിനും, ഏത് കണ്ണാണാത്താക്കും അല്ലാഹു റബ്ബി. നിങ്ങൾ ഓർത്ത് നോക്കി, ഇവിടെ ഏതൊക്കെ ആൾക്കാർ വന്നു, ഏതൊക്കെ ശേഷം തരീഖത്തും ഹഖീഖത്തും ഒക്കെ വന്നു. അവിടെയൊക്കെ സുബ്ഹാനല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് പ്രകാശിപ്പിച്ചു നിർത്തി. ഒരു ബിദ്അത്തിലേക്ക് കേരളീയ സമൂഹം പോയില്ല, ഒരു ലലാലിയത്തിലേക്ക് പോയില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പൊ അങ്ങനത്തെ ഒരു യാത്രാ സൗകര്യമില്ല, വാർത്താ സൗകര്യമില്ല, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളും എങ്കിൽ അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മുടെ പണ്ഡിതന്മാർ സമസ്ത എന്ന പണ്ഡിത സഭ രൂപീകരിക്കണത്. അപ്പൊ എന്തായാലും ആ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്ന ഇക്കാലോ ഇനി വരാൻ പോണ കാലം ഏതാണ്? വരാൻ പോണ കാലം AI ആണ്. അല്ലാഹു പണ്ട് നമ്മളെ കാലുമലുള്ള ഒരു സാധനം ഉണ്ട്. അതിന് പഴയ കാലത്ത് ഷൂട്ടൂസ് എന്നാ പറയുക. പിന്നെ അതിന്റെ പേര് മാറ്റി ഷൂസ് എന്നായി. ഷൂസ് പോയിങ്ങാണ്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ ഷൂ നായി അല്ലേ? നീ നമ്മള് പീടികന്റെ അടുത്ത് പോയാൽ ഇങ്ങനെ കാട്ടിയാൽ മതി, ഏത് വേണ്ടി മുണ്ടണ്ടി വരും. അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് കാര്യം വന്നു അല്ലേ? ഈ മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മളിപ്പോ ഞാനിവിടെ പ്രസംഗിക്കുന്ന ഓരോ വാക്കും ദുബായിൽ കേൾക്കാം, വേണമെങ്കിൽ അത് എവിടെയാക്കാം, സിംഗപ്പൂരിൽ കേൾപ്പിക്കാം. അത് നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് അപ്പോ ഒരു മൈക്രോ സെക്കൻഡ് എല്ലാ സ്ഥലത്തും വിവരെത്തിക്കാം. ഈ സംവിധാനമൊന്നും ഇല്ലാത്ത അന്ന് പിന്നിട്ട 100 വർഷം സംവിധാനങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വരാൻ പോണ 100 വർഷം അത് നമ്മൾ ഒരു താരതമ്യം ചെയ്താൽ ഒക്കൂല. അത് ഏത് മാതിരിയാന്നറിയാം. നമ്മളമ്മ നമ്മളെ വളർത്തിയെടുത്തു അല്ലേ? നമ്മളമ്മ നമ്മളെ വളർത്തിയെടുത്തു. ആ വളർത്തിയെടുത്തിട്ട് നമ്മളങ്ങനെ വലുതാക്കി കൊണ്ടുവന്ന അതും ഇപ്പൊ ഉമ്മാക്ക് 70 വയസ്സായിട്ട് നമ്മളമ്മാനെ നോക്കണതും തമ്മിൽ എത്ര പറഞ്ഞാലും നമ്മൾ ഉമ്മാനെ നോക്കിന്നാവോ? ഇല്ല. എന്തുകൊണ്ട്? മക്കളിപ്പൊ ഉമ്മാനെ നോക്കി നോക്കി മരിപ്പിക്കാൻ നിൽക്കുകയാണ്. എങ്ങനെയുണ്ടോ ചോദിച്ചപ്പോ അങ്ങനെ നിൽക്കണുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പറ്റാ അല്ലേ? ഉമ്മ മെഡിക്കൽ കോളേജിലാണ്, അപ്പുറത്താണ്. നമ്മൾ ഉമ്മാനെങ്ങനെ നോക്കി നോക്കി മരിപ്പിച്ചാൻ നിൽക്കുകയാണ്. ഉമ്മ നമ്മളെ നോക്കി നോക്കി വളർത്തുകയാണ്. ഇത് രണ്ടും കൂടി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്താലും എന്തൊക്കെ കൊടുത്താലും ഉമ്മാക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്തു എന്ന് പറയാനാവൂല എന്ന് പറഞ്ഞത്. അപ്പോ ഈ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു വ്യത്യാസം, പ്രസവിച്ച് ഗർഭം ധരിച്ച് പ്രസവിച്ച് ഉമ്മ നമ്മളെ പോറ്റി വളർത്തിയതും ഉമ്മാക്ക് 70 വയസ്സായിട്ട് തളർന്ന് കടന്നപ്പോ നമ്മൾ ഉമ്മാനെ മെഡിക്കൽ കോളേജിൽ നോക്കിയിട്ട് മരിപ്പിച്ചതും ഇത് രണ്ടും കൂടി ഒക്കുവോ? ഇവിടെയാണ് സമസ്തന്റെ പിന്നിട്ട 100 വർഷവും വരാൻ പോണ 100 വർഷവും. അപ്പൊ നമ്മളൊരു സമ്മേളനം നടത്താൻ വേണ്ടി ഒരു സമ്മേളനം, ഒരു വാർഷിക ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സെന്റിനറി, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മളെയൊക്കെ നമ്മളാക്കി നിലനിർത്തിയതിൽ സമസ്തയുടെ പങ്ക്. സമസ്ത പ്രകാശ വർഷം എന്തേ പ്രകാശിപ്പിച്ചത്? നിങ്ങൾ ഓർത്തു നോക്കി. ലോകത്തിന്റെ പ്രകാശത്തിനും വെളിച്ചത്തിനും വേണ്ടി അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഭരണഘടന അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ 114 സൂറത്ത്. നമുക്ക് പറഞ്ഞു പരിചയമുള്ള ആയത്തിന്റെ എണ്ണം പറഞ്ഞാൽ എത്രയാണ്? 6600. നമ്മളിപ്പോ ദർസല്ലാത്തത് കൊണ്ട് എണ്ണം അത്ര ഉണ്ടോ ഇത്ര ഉണ്ടോ തർക്കൈക്കൊന്നും പോണില്ല. നമ്മളെ നാട്ടു മര്യാദയിൽ പറഞ്ഞു വെച്ച ആയത്തനുസരിച്ച് എത്ര ആയത്ത്? 114 സൂറത്ത്, 6663 66 ആയത്ത് അല്ലേ? നമ്മളിപ്പോ അതിന്റെ ഒരു ഖുർആനിന്റെ വാചകങ്ങൾ, ആ വാചകങ്ങളെ തിട്ടപ്പെടുത്തുമ്പോൾ ഒരു 77,000 ചില്ലറ വാക്കുകൾ ഇത് ചേർന്ന ഒരു 600 പേജുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. 600 പേജുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹു ആരാണ്? റബ്ബുൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്?
റബ്ബ് എന്ന് പറഞ്ഞാൽ തർബിയത്തു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ. ഒരു സാധനത്തെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കുന്ന ഉടമക്കാരൻ, അതാണ് റബ്ബ്. ഞമ്മക്കൊക്കെ ആ റബ്ബ് വേണ്ടത് വേണ്ട വിധത്തിൽ ചെയ്തു തന്നോ? തന്നില്ലേ? കിട്ടിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഏതൊക്കെ ജീവികൾക്ക് ജന്മം നൽകുന്നുണ്ട്? നമ്മളെ അല്ലാഹു പട്ടിയുടെ വയറ്റിലാക്കിയിട്ടില്ലല്ലോ. ആക്കിയോ? നമ്മളെ അല്ലാഹു പശുവിന്റെ വയറ്റിലാക്കി. ഇത് നമ്മൾ ആവശ്യപ്പെട്ട നമ്മളെ അല്ലാഹു തആല ഉമ്മാന്റെ ഗർഭാശയത്തിൽ കൊണ്ടുവന്നപ്പോ തന്നെ അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞ ഗർഭാശയത്തിലല്ല, അള്ളാഹിനെ ധിക്കരിക്കുന്ന ഗർഭാശയത്തിലല്ല. നമുക്ക് അല്ലാഹു തആല വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ യാ റബ്ബ്, നമ്മളെ ജന്മത്തിന് വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്തിരിക്കുന്ന വാപ്പ, നമ്മളെ ജന്മത്തിന് വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഉമ്മ, നമ്മളെ ജന്മത്തിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്ന തറവാട്, അതൊക്കെ ഏതാണ്? മുസ്ലിമായ മാതാവ്, മുസ്ലിമായ പിതാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ദീനായ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു അംഗീകരിച്ച ദീനായ ഇസ്ലാം, ആ ഇസ്ലാമിക തറവാട് ഏതാണ്? ആ തറവാട് നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇന്ന് 3 പ്രസംഗം ചെയ്ത് വരികയാണ്. ഇങ്ങക്കൊരാവേശം ഉണ്ടെങ്കിൽ ഇന്ത്യത് കുറച്ചാണ് മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളിങ്ങനെ മത്സരത്തിൽ ഏടിട്ടിയമാതിരി ബേജാറായിട്ട് ഇരിക്കുകയാണെച്ചാൽ എനിക്ക് നിർത്താൻ എളുപ്പം. നിങ്ങളൊരു സ്വലാത്തൊക്കെ ചെല്ലിക്കൊണ്ട് നിങ്ങളൊരു ഉഷാറിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കിത് പറഞ്ഞു പോകാനൊരു ഉഷാർ. മറ്റേ നിങ്ങൾ ഉണ്ടാകുന്ന ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഇത് വലിയ ആവശ്യമില്ല. അപ്പൊ നിങ്ങളൊരു സ്വലാത്ത് ചെല്ലി ഒരു ആമീൻ പറഞ്ഞു ഒക്കെ ഇങ്ങനെ നിൽക്കണം. അപ്പോഴാണ് എൻ്റെ ഒരു ഉഷാർ. ഇപ്പൊ നമ്മുടെ ഫുട്ബോളിന്റെ കാലാണ്. കളി ഇങ്ങനെ നടക്കുമ്പോൾ ഗോള അടിച്ചു വരട്ടെ എഴുതിയിട്ട് നിൽക്കലല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ കാലുമേൽ പന്ത് വരുമ്പാത്തിൽ തുടങ്ങും നമ്മൾ എന്താക്കല്? അരം കഴിക്കല്. നിങ്ങളാരും പന്തളിയും കാണില്ലേ? ഇല്ലേ? സമയമായിട്ടില്ല ഒരാളെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ കാണാറില്ലേ? അല്ലാഹു ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കൊക്കെ ജന്മം നൽകിയ തറവാട് അല്ലേ? അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹ, ബീവി മറിയം റളിയല്ലാഹു അൻഹ, ബീവി ആസിയ റളിയല്ലാഹു അൻഹ, ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ ആണുങ്ങളെ തന്നെ പറയുമ്പോൾ പെണ്ണുങ്ങളെ അവഗണിച്ചു പറയുന്ന ഒരു കാലാണ് ഇപ്പൊ നമ്മൾ 2 കൂട്ടരെയും പറഞ്ഞു പോകുക. അല്ലാഹു ഖൈർ തരട്ടെ. അങ്ങനെയാണല്ലോ അതിന്റെ സംഗതി. പെണ്ണുങ്ങളില്ല ഇവിടെ. അപ്പൊ അതാണ്. അപ്പൊ ഈ നമ്മൾ നോക്കിയാൽ അല്ലാഹു ഇഷ്ടപ്പെട്ട പിതാക്കൾ, അല്ലാഹു ഇഷ്ടപ്പെട്ട മാതാക്കൾ, അവരൊക്കെ ജന്മത്തിന് അല്ലാഹു തെരഞ്ഞെടുത്ത മുസ്ലിമായ തറവാട്ടിലാണ് നമ്മുടെ ജന്മം. വേണ്ടത് അല്ലാഹു ചെയ്തു തന്നോ? തന്നില്ലേ? നമ്മൾ ജനിച്ചപ്പോൾ ആർക്കെങ്കിലും ജന്മന കണ്ണിന് കാഴ്ചയില്ലാത്തതുണ്ടോ നമ്മളെ കൂട്ടത്തില്? അൽഹംദുലില്ലാ. ചെവി കേൾക്കാത്തതുണ്ടോ? അൽഹംദുലില്ലാ. നാവിന് സംസാരശേഷി ഇല്ലാത്തതുണ്ടോ? അൽഹംദുലില്ലാ. നമുക്കാർക്കെങ്കിലും നടക്കാൻ പറ്റാത്തതുണ്ടോ? അൽഹംദുലില്ലാ. ഞാൻ ഇപ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എന്റെ കൂടെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ. അല്ലാഹു റബ്ബി, എന്താണ് ആ ഉമ്മാന്റെ കരച്ചിൽ? അതിന് 2 ആൺമക്കളാണ്. ഒരു കുട്ടിക്ക് 22, ഒരു കുട്ടിക്ക് 24. 2 കുട്ടികൾക്കും മലർന്നിങ്ങനെ കിടക്കാനല്ലാതെ വേറൊന്നിനും കഴിയില്ല. ആ ഉമ്മ കരയുന്നത്, അതിന്റെ മക്കളെ ഇതുവരെ ആ ഉമ്മ താങ്ങിയെടുത്തു. ഇപ്പൊ 22, 24 വയസ്സായ കുട്ടികളെ താങ്ങി ബാത്റൂമിൽ കൊണ്ടുപോകാൻ ആ ഉമ്മാക്ക് പറ്റണില്ല. ആ ഉമ്മാക്ക് ഉരവേദന തുടങ്ങി. ആ ഉമ്മ കരയാണ്. അറഫയിലും മിനയിലും ബാക്കിയുള്ളിടത്തും ഒക്കെ കരച്ചിലെന്നെ. പടച്ചോനെ എന്റെ മക്കളെ കൊണ്ട് ഒരു ഖൈർ നീ വിധിക്കണേന്ന് പറഞ്ഞു. ആ ഉമ്മ പറയാണ്, എനിക്കിപ്പോ ഉരവേദന തുടങ്ങി, എന്റെ കുട്ടികളെ നോക്കാൻ എനിക്ക് കഴിയാതെയായി. എന്താണ് ആ ഉമ്മാനെ സമാധാനിപ്പിക്കാൻ നമ്മളെടുത്തുള്ളത്? ഓർത്തു നോക്കി നിങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു തന്നവനാണ് അല്ലാഹു തആല. ആ അല്ലാഹു കാഴ്ച ശക്തിയുള്ള കണ്ണ് തന്നില്ലേ? കേൾവി ശക്തിയുള്ള കാത് തന്നില്ലേ? സംസാരശേഷി ഉൾപ്പെടെയുള്ള നാവ് തന്നില്ലേ? ചിന്താശേഷിയുള്ള ബുദ്ധി തന്നില്ലേ? 24 മണിക്കൂറും ഊണും ഉറക്കവും ഒഴിച്ച് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നവരെ അവയവമാണ്. അതേതാ?
ഇങ്ങനെ അന്തം വിട്ട് പോകുക എന്നല്ലാതെ ഒന്നും ആലോചിച്ചിട്ടില്ലല്ലേ. അതുകൊണ്ടാളൊന്നും നോമ്പത്തിരായി എണ്ണീറ്റ് എന്താ കാര്യം, മറ്റേ മാസം കാണുമ്പോൾ നിർത്താം. അങ്ങനെ വെച്ച് കാര്യമില്ല. ഇത് ബദരീങ്ങളാണോ ഇത് 25 എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പൊ അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 24 hours നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കിഡ്നി. എപ്പോഴും കുളത്തിൽ താമസിക്കുന്ന, കടലിൽ താമസിക്കുന്ന മത്സ്യത്തിന് പോലെ കിഡ്നിക്ക് വർക്ക് ചെയ്യാൻ അവിടെ എന്ത് വേണം? വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. വെള്ളം ഇല്ലെങ്കിൽ കിഡ്നിയുടെ കാര്യം അപകടമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ, അപ്പൊ അള്ളാഹു നല്ല ആരോഗ്യമുള്ള കിഡ്നി തന്നോ തന്നില്ലേ അള്ളാഹു റബ്ബി, നമ്മുടെ ഹാർട്ട് തന്നോ തന്നില്ലേ, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ റബ്ബുൽ ആലമീൻ, ലോകത്തെ മുഴുവനും സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഉടമസ്ഥനായ അല്ലാഹ്, ഊണിലും ഉറക്കലും നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹ്, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹ്, ക്ഷേമത്തിലും ക്ഷാമത്തിലും അല്ലാഹ്, ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാഹ്, മണിയറയിലും വെന്റിലേറ്ററിലും അല്ലാഹ്, പട്ടുമെത്തയിലും ICUവിലും അല്ലാഹ്. ആ അല്ലാഹു ആകുന്ന ഉടമസ്ഥൻ റബ്ബുൽ ആലമീനാണ്. ലോകത്തിന് മുഴുവനും സമാധാനത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഭരണഘടന വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നൂറുൻ അലാ നൂർ, അതാണ് ലോകത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് അല്ലാഹു തആല ആ ഖുർആൻ നൽകുന്നത് ആർക്കാണ്? സിറാജം മുനീർ, പ്രകാശത്തിന്റെ ലൈറ്റ് ഹൗസ് മുഹമ്മദ് മുസ്തഫ. ആ നൂറ് അല്ലാഹു തആല കൊടുക്കുന്നത് എവിടെയാണ്? ജബലുൻ നൂർ, പ്രകാശപർവ്വതം. മക്കത്തുൽ മുക്കർറമയിൽ നിന്ന് 3.5 കിലോമീറ്റർ വന്നാൽ എവിടെത്തും? ജബലുന്നൂറിലെത്തും അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരത്തിലാണ് ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാഗ്വ. ഇപ്പൊ സൗദി ഗവൺമെന്റ് പഴമയുടെ തനിമ നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപാട് ആസാറുകളൊക്കെ സൂക്ഷിച്ചു വരികയാണ്. അൽഹംദുലില്ലാ, വലിയ ഖൈറന്നെയാണ്. ഇപ്പൊ നമുക്ക് സുഖമായിട്ട് ബദറിലൊക്കെ പോയാൽ ബദർ മൗലൂദോ ബദർ മാലെ ബദർ പാട്ടോ ഒക്കെ ചെല്ലിയാലും ആരും ചോദിക്കാനില്ല. ഒരു കാലത്ത് നമുക്ക് ബദറിൽ ചെല്ലുന്ന സമയത്ത് അത്രയധികം പേടിയില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ബദറിൽ ചെല്ലുമ്പോൾ എല്ലാ സൗകര്യമായി. ആ സൗകര്യപ്പെടുന്ന സമയത്ത് ഇവിടെ ഹിറാ ഗുഹയിലേക്ക് പോകാൻ നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറിയാൽ 600ാമത്തെ സ്റ്റെപ്പിലെത്തിയിട്ട് വേണം പിന്നെ ഹിറാ ഗുഹയിലെത്താൻ. അൽഹംദുലില്ലാ, ഈ പ്രാവശ്യം നമ്മൾ ഹജ്ജിന് പോയി, പലരും കേറി കണ്ടു സന്തോഷം. അപ്പൊ ആ പ്രകാശം ഖുർആനിന്റേതാണ്. അത് അല്ലാഹു തആല ലോകത്തിന്റെ സമാധാനത്തിന് നൽകുന്ന വെളിച്ചമാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ പ്രമേയം അത് മനുഷ്യരാണ് അല്ലേ. മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ച് നമ്മളൊരു വാശിക്കാരാണ് അല്ലേ. ഒരു ബക്കാളത്തിന് റെഡിയാണ്. നമ്മുടെ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്കിടയിലും തർക്കമുണ്ടോ? എനിക്ക് 2 പേരെ കുട്ടികളുണ്ട്. ഒന്നിന് 1 വയസ്സ്, ഒന്നിന് 1.25 വയസ്സ്. ഒരാളെടുത്താൽ മറ്റേ ആളെ, ഒരാൾക്ക് ചായ കൊടുത്താൽ മറ്റൊന്ന് ഒരാൾക്ക് ഒരു മുട്ടായി മറ്റേ, അല്ലെങ്കിൽ വാശിക്ക് കൂടൂലെ, ഒരാളിൽ തർക്കം ഉണ്ടാവില്ലേ. അതിപ്പോ EKP കുഴപ്പം കൊണ്ടൊന്നല്ല, അതിപ്പോ ലീഗും കോൺഗ്രസും LDF UDF ആയിട്ടൊന്നുമല്ല. പ്രകൃതിയാ അങ്ങനെ തന്നെയാണ് മനുഷ്യനുള്ളത് അല്ലേ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ അള്ളാനെ പരിചയപ്പെടുത്തിയും അതിന്റെ ആമുഖ സൂറത്താണ് കഴിഞ്ഞാൽ ആദ്യത്തെ സൂറത്ത് തന്നെ എന്താ? അൽ-ബഖറയാണ്. ഒരു മൃഗ സ്വഭാവം നമ്മളിലുണ്ട്. ആദ്യത്തെ സൂറത്ത് എന്താ? അൽ-ബഖറയല്ലേ. ഇനി ആ അൽ-ബഖറയിൽ നിന്ന് ഇങ്ങനെ ആ മൃഗീയത മാറി കിട്ടണമെങ്കിൽ ആ ഖുർആൻ ഇങ്ങനെ ഓതി ഘട്ടം ഇങ്ങനെ വന്നിട്ട് നമ്മളൊരു മനുഷ്യനാകണമെങ്കിൽ അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യം ഞാൻ ഇതിലേക്ക് പോണില്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്ലാമിന്റെ പ്രകാശം കൊണ്ട് മാറ്റിയെടുക്കുകയാണ് അല്ലേ. ആ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ലോകത്ത് തുല്യതയില്ലാത്ത രീതിയിൽ സമസ്ത ഇവിടെ പ്രകാശിപ്പിച്ച പ്രകാശം നമുക്കൊക്കെ കാണാൻ പറ്റും. കേരളത്തിന്റെ പട്ടണങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും കുഗ്രാമങ്ങളും വ്യത്യാസമില്ലാതെ എവിടെ ചെന്നാലും സമസ്തന്റെ ഒരു അഡ്രസ് കാണുമോ? എവിടെ
എവിടെ കാണും ഏതൊരു നാട്ടിൽ ചെന്നാലും നിങ്ങൾ ഓർത്തു നോക്കി, രാവിലെ നമ്മള് സുബഹി നിസ്കരിച്ച് നമ്മളെ വീട്ടിന്റെ സിറ്റ് ഔട്ടെങ്കിലും നിന്നാൽ നമ്മളെ മുന്നിൽ കൂടെ ഇങ്ങനെ പോണത് കാണാം, മുസാഫും പിടിച്ചിട്ട്. എത്ര വയസ്സായ കുട്ടി മുതൽ അല്ലേ, എത്ര ചെറിയ കുട്ടി മുതൽക്ക് പോവുകയാണ്. ഇനി നിങ്ങൾ നോക്കി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മളെ AP ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്തന്റെ മദ്രസയുടെ എണ്ണം 10,531. അത്ര മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളും 35,000 ഉസ്താദുമാരവരെ പഠിപ്പിക്കാൻ നമ്മളെ സമസ്തന്റെ തന്നെ. ഈ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതിയോ. നമ്മളെ നാട്ടിലൊക്കെ മരിച്ചു കിടക്കണ വല്യമ്മയും വല്യപ്പൊക്കെ ഉണ്ടല്ലോ കബറില്, ഒരു നാട്ടില് നേരം വെളുത്തേക്കണെന്ന് അറിയാലോ എപ്പോഴാണെന്നല്ലോ, കുട്ടികളെ ഫാത്തിഹ കേൾക്കുമ്പോൾ. നമ്മളും ഒക്കെ ആ കബറിൽ കിടക്കുമ്പോൾ ആ ഫാത്തിഹ കേട്ട് ഞമ്മക്കും ഉണരാൻ അല്ലാഹു ഭാഗ്യം തരും. അതിനാണ് 100-ാം വാർഷികം. ഇവിടെ കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളും പട്ടണങ്ങളും വ്യത്യാസമില്ലാതെ മദ്രസകൾ സ്ഥാപിച്ച് ആ മദ്രസയിൽ ഫാത്തിഹ പഠിപ്പിക്കാൻ നിങ്ങൾ ഓർത്തു നോക്കി. സമസ്ത ഇവിടെ എന്താ പ്രകാശിപ്പിച്ചത്? എല്ലാവരുടെ ഹൃദയവും ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിച്ചു. ആണോ അല്ലേ? ഇപ്പൊ നമ്മളെ ഒതുടുക്കണമെങ്കിൽ നിയ്യത്ത് വേണ്ടേ? ആ നിയ്യത്ത് എവിടുന്ന് കിട്ടി? അത് സമസ്തന്റെ മദ്രസയിൽ നിന്ന് കിട്ടിയത്. ആണോ അല്ലേ? കുളിക്കണമെങ്കിൽ നിയ്യത്ത് വേണ്ടേ? ആ നിയ്യത്ത് എവിടുന്ന് കിട്ടി? അത് സമസ്തന്റെ മദ്രസയിൽ നിന്ന് കിട്ടി. നിയ്യത്ത് ചെയ്യാതെ ഒരാളെ പുഴയിലിറങ്ങിയിട്ട് ഉയരട്ടെ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് ജനാപത്ത് വരുമല്ലോ, അതിന്റെ നിയ്യത്ത് തന്നെ വേണ്ടേ? അപ്പൊ നിയ്യത്ത് പഠിച്ചത് അല്ലേ? നിയ്യത്ത് പഠിച്ചത്, ഒതു പഠിച്ചത്, കുളി പഠിച്ചത് ഇല്ലേ? നമ്മളെ നാട്ടിൽ ഒരു പെണ്ണ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഒരാണ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഫാത്തിഹ സമസ്ത പ്രകാശിപ്പിച്ചിട്ട് കിട്ടിയതാണ്. ആ ഖുൽ ഹുവല്ലാഹു സമസ്ത പ്രകാശിപ്പിച്ചിട്ട് കിട്ടിയതാണ്. ആ റുകൂഅ് സമസ്ത പ്രകാശിപ്പിച്ചിട്ട് കിട്ടിയതാ. ആ സുജൂദ്, ആ തഹിയ്യാത്ത്, ആ വജ്ജത്ത്, ആ ഖുനൂത്ത് ഒക്കെ കിട്ടിയത് എവിടുന്ന? അല്ലേ? എല്ലാ ഗ്രാമങ്ങളിലും വിശുദ്ധ ഖുർആന്റെ പ്രഭ കടാതെ കാത്തു സൂക്ഷിച്ചു സമസ്ത. ഇത് ചെറിയ കാര്യമാണോ? ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും കാണാത്ത വിധം നമുക്കത് നിലനിൽക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ജനിച്ചപ്പോഴേ ഇത് കാണുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ വില മനസ്സിലായിട്ടില്ല. കുളത്തിലെ തവളൊക്കെ ദാഹാറിയില്ല എന്ന് പറഞ്ഞ മതിയാണ്. കുളത്തിൽ തന്നെ താമസിക്കുന്ന തവളൊക്കെ ദാഹാറിയില്ല എന്ന പോലെ നമ്മൾ ജനിച്ചു വീണപ്പോഴേ ഏതൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഒരു ആക്ഷേപമല്ല, ഒരു പ്രശ്നമല്ല, ഒരു കുരുമാലുമില്ല, നമ്മൾ കാണുകയാണ്. പക്ഷെ നമുക്കത് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ 100 വർഷം മുമ്പ് നമ്മുടെ അന്നത്തെ സമസ്തയുടെ ആലിമീങ്ങൾ സുബ്ഹാനല്ലാഹ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത എന്ന പണ്ഡിത സഭ രൂപീകരിക്കാൻ ഒരുങ്ങുമ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മൂപ്പരുള്ളത് കോഴിക്കോട് പുരിയങ്ങാടി അല്ലേ? സുബ്ഹാനല്ലാഹ്. വേറൊരു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്ന ആളുള്ളത് എവിടെ? പാലക്കാടും മലപ്പുറം കൂടി കൂടുന്ന അങ്ങേ അറ്റത്ത് എവിടെ? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. യാ റബ്ബ് യാ റബ്ബ്. മറ്റൊരാളുള്ളതാരാ? മാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ കോട്ടക്കൽ അവിടെ അല്ലേ? അങ്ങനെയാണ് തുടങ്ങിയിട്ട് അന്ന് കൊല്ലത്തുനിന്നും, അന്ന് കൊയിലാണ്ടിന്നും, അന്ന് കാസർകോട്ടുനിന്നും, അന്ന് ഈ ദിക്കുകളിൽ നിന്നൊക്കെ ഈ ആലിമീങ്ങളെ എങ്ങനെയാണ് അവർ വിവരം അറിയിച്ചത്? കത്തെഴുതാൻ പറ്റുമെന്ന്, സുബ്ഹാനല്ലാഹ്, കമ്പി എടുക്കാൻ പറ്റുമെന്ന്, ഫോൺ ചെയ്യാൻ പറ്റുമെന്ന്, പോയി പറയാൻ പറ്റുമെന്ന്, വിമാനം ഉണ്ടോന്ന്, തീവണ്ടി ഉണ്ടോന്ന്, എന്തെങ്കിലും ഉണ്ടോ? യാ റബ്ബ് യാ റബ്ബ്. അങ്ങത്തെ കാലത്ത് എങ്ങനെയായിരിക്കും അവർ ഈ ആലിമീങ്ങളൊക്കെ സംഘടിപ്പിച്ചത്? ഓർത്തു നോക്കി നിങ്ങൾ. യാ റബ്ബ് യാ റബ്ബ്. എന്നിട്ട് അക്കാലത്ത് അവർ ചെയ്തല്ലോ. യാ അല്ലാഹ്. ഭക്ഷണം ഉണ്ടോ? ഇന്നിപ്പോ നമുക്ക് ഭക്ഷണം കൊണ്ട് എന്താ ചെയ്യാന്നറിയാം. ഒരു സൽക്കാരത്തിനോ ഒരു കല്യാണത്തിനോ ഒക്കെ വന്ന് കൂടിയാൽ എത്ര തരം ഭക്ഷണമാണ്, എത്ര ഇനം ഭക്ഷണമാണ് അല്ലേ? ആയിക്കോട്ടെ, ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി സൽക്കരിച്ചോട്ടെ, നല്ല തന്നെ. പക്ഷെ ഭക്ഷണം കൊണ്ട് ദൂർത്ത് പാടില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുന്നത് കുലു വശ്റബു, നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും. അതിപ്പോ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിന്നും കുടിക്കും ചെയ്യും. പിന്നെ ഖുർആൻ എന്തിനാ അത് പറഞ്ഞത്? അതിന്റെ അപ്പുറത്തൊരു നിയമം പറയാനാണ്. വലാ തുസ്രിഫു, അമിതമാകരുത്.
വലാ തുസ്രിഫു, ദൂർത്ത് കളിക്കരുത്. അതിനു വേണ്ടിയിട്ടാ ഖുർആൻ അത് പറഞ്ഞത്. മറ്റേ കുലു വശറബു അറിയാത്ത ആൾക്കാരോ നാളെ ആരോ എന്നോട് ചോദിച്ചു, ഉസ്താദെ ഖുർആനിൽ മലയാളം അപ്പൊ എന്തേന്ന് ചോദിച്ചു, കുലു വശറബു എന്നൊക്കെ അതിലുണ്ട് പറഞ്ഞു. അപ്പൊ എന്റെ വിചാരം മലയാളമാണ്. അത്രയും എല്ലാവർക്കും കാണാപ്പാടുള്ള ആയത്താണ് ഇങ്ങനത്തെ അല്ലെ. പിന്നെ എന്തിനാണ് ഖുർആൻ ഇത് പറഞ്ഞത്? വലാ തുസ്രിഫു, അമിതമാക്കും. ഇന്ന് ഭക്ഷണം കൊണ്ട് അത്രയധികം ദൂർത്തുള്ള കാലമാണ്. നമ്മളമ്മ നല്ലൊരു ഭക്ഷണം ഗർഭകാലത്ത് കഴിച്ചിട്ടില്ല. നമ്മളെ പോറ്റി മദ്രസ പഠിപ്പിച്ചാനോ സ്കൂൾ പഠിപ്പിച്ചാനോ ഒക്കെ കഷ്ടപ്പെട്ട വാപ്പ അന്ന് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ചെരുപ്പ് വാപ്പാന്റെ കാലുമ്പൽ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? നല്ലൊരു ഡ്രസ്സ് അവർക്ക് കിട്ടിയിട്ടില്ല. അല്ലാഹുവേ നീ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. പഴയ കാലത്ത് കഴിഞ്ഞുപോയ നമ്മളെ വാപ്പാരും ഉമ്മാരും ഒക്കെ അല്ലെ, ആ കാലത്ത് നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ, യാ റബ്ബ്, ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദ്യകാല വൈസ് പ്രസിഡന്റും പിന്നെ പ്രസിഡന്റുമായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും, നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അതായത് സമസ്തയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സമസ്തയുടെ 7ാമത്തെ പ്രസിഡന്റ് നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, ഈ രണ്ട് സെക്രട്ടറി, ഈ രണ്ട് പ്രസിഡന്റുമാരും അന്ന് പാങ്കലിന്റെ കാലത്ത് കുട്ടിയായ ആളാണ് ആര്? കുട്ടിയായ മുത്താലിമാണ് എം.എ. ഉസ്താദ്. ഒരിക്കൽ പാങ്കൽ ഉസ്താദ് ചോദിക്കുന്നുണ്ട് എം.എ. ഉസ്താദിനോട്, മോനെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, നീ വരുന്നോ? അപ്പോ പോയി. ആ പോകുമ്പോൾ ഉസ്താദും ശിഷ്യനും എന്ന രൂപത്തിൽ, അവരെങ്കിൽ ഷെയ്ഖും മുരീദും എന്ന രൂപത്തിൽ നടക്കുമ്പോ അന്നത്തെ കാലത്ത് വിശന്നിട്ട് യാതൊരു നിവൃത്തിയില്ല. ഒരു പീടിക്കാരി ചായ കുടിക്കാം, പീടിക്കാരിട്ട് ചായ കുടിക്കാം. കാലി ചായക്കുള്ള പൈസ ഓരോരുത്തരുള്ളൂ, കടി എടുക്കാനുള്ള പൈസ അല്ല. വിശന്നിട്ടാണെങ്കിൽ വയ്യ. ഒരു പീടിയിൽ ചായക്ക് കയറിയിട്ട് ആ പീടിയക്കാരനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചായയും വേണം കടിയും വേണം, പക്ഷെ ചായക്കുള്ള പൈസ മാത്രമേ ഉള്ളൂ നമ്മളെത്തുള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് കടിക്കുള്ള പൈസ കൊണ്ടുവന്നു തരും. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കണി, നിങ്ങൾ ചായയും തരണം കടിയും തരണം എന്ന് ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായ കച്ചവടക്കാരനോട് പറയുന്ന ഒരു രംഗമുണ്ട്. നമ്മളാ ചരിത്രം ഇങ്ങനെ വായിച്ചാൽ കണ്ണിൽ നിന്ന് കുടുകൂടാ കണ്ണുനീര്. അതാണ് അന്നത്തെ കാലം. സമസ്ത രൂപീകരിച്ചിട്ട് മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മൾ അടുത്ത കാലത്ത് വഫാത്തായ ആളാണ് കുട്ടപ്പറമ്പൻ അബ്ദുള്ള മുസ്ലിയാർ എന്ന തരുവണ ഉസ്താദ്. തരുവണ ഉസ്താദ് കാസർഗോഡ് ജില്ലയിലെ ഇപ്പോഴത്തെ മുഹിമ്മാത്തൊക്കെ നിൽക്കണ പുത്തിക പഞ്ചായത്തുണ്ട്. ഈ എൻഡോസൽഫാൻ കേസുകളൊക്കെ നിൽക്കണ അവിടെ ഈ കശുമാവ് തോട്ടം നിറഞ്ഞ ഏരിയ. ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിനോട് നേരിട്ട് പറഞ്ഞതാ, ബഹുമാനപ്പെട്ടവരിങ്ങനെ മദ്രസ അംഗീകരിപ്പിക്കാൻ വേണ്ടി ഒരു മഹല്ല് തേടി പോവുകയാണ്. ആ മഹല്ല് തേടി പോണത് എങ്ങനെ? ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദ് പറഞ്ഞു, എനിക്ക് നല്ല ഒരു കാപ്പിത്തോട്ടം ഉണ്ടായിരുന്നു, വെള്ളമുണ്ട. എവിടെ? തരുവണ. ആ കാപ്പിത്തോട്ടം ഞാൻ വിറ്റു. അന്നത്തെ 3000 വിറ്റു. അന്നത്തെ 3000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്രയാണത്? ഒരു 30 ലക്ഷത്തിന്റെ വില കൂട്ടിക്കൂടി. അതാണ് അന്നത്തെ 3000. അതിന് വിറ്റിട്ട് ആ പൈസയും കൊണ്ടാണ് ഞാൻ സമസ്തന്റെ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. അങ്ങനെ അതിലങ്ങനെ പോവുക, ഒരു മദ്രസയിൽ തെരഞ്ഞു പോവുകയാണ്. ഒരു കശുമാവ് തോട്ടത്തിൽ കൂടെ അങ്ങനെ കാട്ടിൽ കൂടെ പോകുമ്പോ വഴി തെറ്റി നടന്നിട്ടും എത്തണില്ല. രാത്രിയായി. മഗ്‌രിബി ഇരുട്ട് വരാൻ തുടങ്ങിയപ്പോൾ കാട്ടിൽ നിന്ന് ചെന്നായ്ക്കള ശബ്ദം വരാൻ തുടങ്ങി. തരുവണ ഉസ്താദ് പറയണേ, ഞാനിങ്ങനെ നടന്നിങ്ങനെ പോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ചെന്നായ കൂട്ടം, ആ ചെന്നായ കൂട്ടം ഇങ്ങനെ ഓടി വരികയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല. ആ സമയത്ത് എനിക്ക് പാങ്ങൽക്കാരൻ എന്നാ മൂപ്പര് പറഞ്ഞത്, സമസ്തന്റെ പ്രസിഡന്റ്, പാങ്ങൽക്കാരൻ്റെ ഇജാസത്ത് കിട്ടിയ ഒരു ദിക്റുണ്ട്. അതേതാ ദിക്റ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പ്രതിസന്ധി ഘട്ടത്തിൽ, പേടിക്കണ രംഗത്തിൽ രക്ഷയില്ലല്ലോ, ഞാൻ കൊല്ലപ്പെടുവല്ലോ, എന്റെ ജീവൻ നഷ്ടപ്പെടുവല്ലോ, അങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നാൽ അവിടെയും രക്ഷപ്പെടാനുള്ള ദിക്റ്. അതേതാ ദിക്റ്? അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അവർ രണ്ടുപേരും താമസിക്കാണ് എവിടെ? വാറ് സൗറിൽ. അവിടെ ഇങ്ങനെ 3 രാത്രിയും 3 പകലും അവിടെ താമസിക്കുമ്പോ നബി തങ്ങളെ തലയെടുക്കാൻ ദാഹിച്ച് നടക്കുന്ന ശത്രുക്കൾ വന്നു. സിദ്ദീഖ് തങ്ങൾ നോക്കുമ്പോ ആ ഗുഹന്റെ മുകളിൽ ശത്രു എത്തിയിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ തോണ്ടിയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ആ കാണുന്നത് ശത്രു
ശത്രുവിന്റെ കാലാണ്. ഓനെങ്ങാനും താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയേ എന്ന് ചോദിച്ച രംഗുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, സിദ്ദീഖേ നിങ്ങൾ എന്താ വിചാരിക്കണത്? ഈ ഗുഹയിൽ നമ്മൾ രണ്ടുപേരും മാത്രമാണോ? നമ്മളെ കാണുന്നവർ അല്ലാഹു ഇല്ലേ? അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ ചൊല്ലിക്കോളൂ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. യാ റബ്ബ് യാ റബ്ബ്. റസൂലുള്ള സിദ്ദീഖ് തങ്ങൾക്ക് കൊടുത്ത ധൈര്യമാണ്. അതാണ് പാങ്ങിൽക്കാരൻ ആർക്ക് കൊടുത്തിരിക്കുന്നത്? തരുവൺ ഉസ്താദിനോട്. തരുവൺ ഉസ്താദ് പറയാണ്, ആ ചെന്നായ്ക്കൾ ഇങ്ങനെ കൂക്കി വിളിക്കണ്ട്, ഞാൻ ആ സമയത്ത് ആ കാട്ടിൽ വെച്ചുകൊണ്ട് ചൊല്ലി ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ അല്ലാഹു റബ്ബി. മൂപ്പര് തരുവൺ ഉസ്താദ് പറയാണ്, ഞാൻ അതും ചൊല്ലിയിട്ടാണ് നടക്കാൻ തുടങ്ങി. ചെന്നായന്റെ ബേക്കലുണ്ടോ ഇല്ലേ അത് ഞാൻ നോക്കിയിട്ടില്ല. എപ്പോഴേ ചെന്നായന്റെ പിന്നിൽ ഒഴിവായി പോയത് എന്ന് ഞാൻ നോക്കിയിട്ടില്ല. നമ്മളൊരു ഈമാനും നമ്മളൊരു ഒരു പൂർവികരുടെ ജീവിതവും അതൊക്കെ സമസ്ത ഉണ്ടാക്കിയ സമയത്തും സമസ്തന്റെ ഒരു നിലനിൽപ്പിന്റെ സമയത്തും ഒക്കെ ഉള്ള ഒരു സംഗതി നമ്മൾ ചരിത്രം ചേർത്ത് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ കുറച്ചൊരു ആഴത്തിൽ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കണം. കേട്ടില്ല എന്നുള്ള നിൽക്കാൻ പോയിട്ട് കാര്യമില്ല. ഉണ്ടാ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോണ്ടേ, ഇല്ലെങ്കിൽ എന്താവും? നമ്മളവിടുന്ന് ഒരു ചങ്ങായി ഡോക്ടറെ കാണാൻ പോയി. പിന്നെ ഓനെ പറ്റി ഒരു അഡ്രസ്, ഓ എവിടെ പോയി, ഓനെ കാണാനില്ല. ഡോക്ടറെ അടുത്തേക്ക് ഇവിടുന്ന് പോയിക്കണ്. അവിടെ ചെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോ ഇവിടെ വന്ന് പരിശോധിച്ച് പോയല്ലോ. പിന്നെ ഓനെ പറ്റി ഒരു വിവരമില്ല. അപ്പൊ എന്താ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോ ഡോക്ടർ ഇവനോട് പറഞ്ഞു, നിങ്ങൾ ഈ തടി കുറഞ്ഞ് നിങ്ങൾക്ക് നന്നായി കിട്ടണമെങ്കിൽ ദിവസം ഒരു 8-10 കിലോമീറ്റർ നിങ്ങൾ നടക്കണം. ഡോക്ടർ നടക്കണം എന്ന് പറഞ്ഞപ്പോ ഇവ ഇറങ്ങി നടത്തുന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് നടന്നിട്ട് എന്നെ വിളിക്കേണ്ടിയാണ്. 10ാമത്തെ ദിവസം ഇപ്പൊ വിളിച്ചു, ഞാൻ ഇപ്പൊ നടന്ന് തലശ്ശേരി എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് വിളിക്കാൻ പോകേണ്ടി വരും. ഇങ്ങനെ നടക്കാൻ നിന്നാലേ കുട്ടികൾക്ക് വാപ്പുണ്ടാവില്ല. അപ്പൊ നമ്മൾ പഠിക്കണത് ശ്രദ്ധിച്ചുവാണല്ലോ. അപ്പൊ അല്ലാഹു ഖൈറ് തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ സമസ്തയുടെ ആര്യം നിങ്ങൾ അന്നത്തെ കാലത്ത് സാഹസപ്പെട്ടത് നമ്മളെ വാപ്പാരും ഉമ്മാരും നമ്മളിങ്ങനെ എപ്പോഴും ആലോചിക്കും. ഈ പട്ടിണി കിടക്കുന്ന കാലത്തും ഒരു നമ്മളെ സ്കൂൾ പഠിപ്പിച്ചില്ലേ, പട്ടിണി കിടക്കുന്ന കാലത്തും ഒരു മദ്രസയിൽ വരിസംഖ്യ കൊടുത്തുകാണ് നമ്മളെ പഠിപ്പിച്ചില്ലേ. അങ്ങനെ വളർത്തിയെടുത്തുകൊണ്ടാണ് ഈ സമസ്ത വിശുദ്ധ ഖുർആൻ എന്ന പ്രകാശം, വിശുദ്ധ ഈമാൻ എന്ന പ്രകാശം നമ്മുടെ കാട്ടിലും നാട്ടിലും ഒരുപോലെ നിലനിർത്തിയത്. നമ്മുടെ ചെറ്റക്കൂരയിലും ഓലപ്പരയിലും കൊട്ടാരത്തിലും ഒരുപോലെ നിലനിർത്തിയത്. മുതലാളിയുടെ മക്കൾക്കും സാധുക്കളെ മക്കൾക്കും യതീം മക്കൾക്കും ഒക്കെ പഠിപ്പിച്ചെടുത്തത്. അതാണ് ഒരു പ്രകാശിപ്പിച്ചത്. ഉമ്മ ആരാണ് എന്ന് പഠിപ്പിച്ചു, വാപ്പ ആരാണ് എന്ന് പഠിപ്പിച്ചു, ഉസ്താദ് ആരാണ് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം പ്രകാശമാണ് സമസ്ത ഇവിടെ നിലനിർത്തിയത്. സുബ്ഹാനല്ലാഹ്. രാഷ്ട്രീയ മുതലാളിമാർ, പണത്തിന്റെ മുതലാളിമാർ, സ്വാധീനത്തിന്റെ മുതലാളിമാർ, അവരൊക്കെ മുസ്ലിം പേരിൽ തന്നെ ഇവിടെ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പല രൂപത്തിലും മുജാഹിദ് എന്നുള്ള പേരിൽ വന്നു, ജമാഅത്ത് എന്നുള്ള പേരിൽ വന്നു, MES എന്നുള്ള പേരിൽ വന്നു, ഖാദിയാനി എന്നുള്ള പേരിൽ വന്നു, ത്വരീഖത്ത് എന്നുള്ള പേരിൽ വന്നു, തബ്ലീഗ് എന്നുള്ള പേരിൽ വന്നു. അല്ലെ, ആർക്കെങ്കിലും ഇവിടെ വളരാൻ കഴിഞ്ഞോ? സമസ്ത പ്രകാശിപ്പിച്ചതാണ് ഓരോ ഗ്രാമം. തബ്ലീഗ് ജമാഅത്തൊക്കെ ഇപ്പൊ തീരെ വളർച്ചല്ലാതെ നമ്മുടെ നാട്ടിലും തബ്ലീഗുകാർക്ക് പെണ്ണന്നെ ഈ ചേരും കോലൊക്കെ കണ്ട ഒറ്റ പെൺകുട്ടികൾ ചൊകും ചേൽക്കായാൽ തന്നെ പെൺകുട്ടിയൊക്കെ വേണ്ട. പിന്നെ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ എത്ര പ്രസ്ഥാനക്കാർ വന്നു, ഏതൊക്കെ വിഷയക്കാർ വന്നു, നിരീശ്വരവാദികൾ വന്നു, നിർബന്ധവാദികൾ വന്നു, കള്ളപ്രവാചകന്മാർ വന്നു, ഒക്കെ വന്നു. സമസ്ത എന്ന പണ്ഡിത സഭ ഈമാനിനെ പ്രകാശിപ്പിച്ചിങ്ങനെ നിർത്തിയത് കൊണ്ട് എന്റെ നാട്ടിലെ മുജാഹിദീങ്ങൾ, ഞാൻ അവിടെ പ്രസിഡന്റ്. അപ്പൊ അവിടെ ഞാനിങ്ങനെ ആലോചിച്ച് ഇവിടെ പാരാ മുജാഹിദ്, അവിടെ ആകെ 1-2 ആളിങ്ങനെ പേര് ഒരവിടെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ അപ്പുറത്തൊരു പള്ളിന്റെ കുറച്ചപ്പുറത്തൊരു പള്ളി, ആ 2 പള്ളിക്കെന്നുള്ള ആൾക്കാരാണ് എന്റെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ചെറുപ്പക്കാർ കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇതിനൊരു മറുപടി പറയണമെന്നുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് പറയാം, നിങ്ങൾ സമാധാനിക്കുന്നതാണ്. ഒല പൊട്ടിയ നമ്മൾ 2 ആഴ്ച കാത്തിട്ട് മറുപടി പറയണില്ല എന്ന് കണ്ടപ്പോൾ ഒന്നും കൂടി വന്നു.
ഒന്നും കൂടി കുറച്ച് മാലിയും അതൊക്കെ ചെല്ലി ഒന്ന് നമ്മുടെ ഇടയിലുള്ള ചെറിയൊരു തർക്കണ്ടല്ലേ ഈ KP പ്രശ്നമൊക്കെ അതൊന്ന് എടുത്തിട്ട് ഒരു ചങ്ങായി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന് പെരേന്ന് പോരുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ AP-ക്കാരെ മഹല്ലത്തേക്കാണ് പോണത് മടങ്ങി വന്നെങ്കിൽ കാണാന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പറഞ്ഞ അവിടെ ഒരു മറുപടി പറയണമെന്നാണ്. ഞാൻ ഈ കുട്ടികളൊക്കെ സംഘടിപ്പിച്ച ഒരു വണ്ടിയൊക്കെ വിളിച്ചു കാണിച്ചു നമ്മളവിടെ മറുപടി പറഞ്ഞില്ല. ഇവരെവിടുന്നാ വന്നതെന്ന് വെച്ചാൽ അവിടെയാണ് ഇങ്ങോട്ട് മുജാഹിദീങ്ങൾ ഇവിടെ വന്ന് പ്രസംഗം നടത്തിയത് ഓല നാട്ടിൽ അവിടെ പോയി ഇങ്ങോട്ട് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ഓരോ പള്ളിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഈ നാട്ടിൽ ഇത്തരം വിവരമില്ലാത്തവരുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ വരാഞ്ഞത്. ഇപ്പൊ ഇവിടുന്ന് കുറച്ചാൾ അവിടെ വന്ന് പ്രസംഗിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സംഗതി അറിഞ്ഞിട്ടില്ല എന്ന് വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിന്റെ മറുപടി ഒക്കെ എവിടെ പോയി ഓലെത്താൻ പോയി പറഞ്ഞല്ലേ ഇവിടെ ഉള്ളവർക്ക് ഇപ്പൊ സംശയമില്ലല്ലോ, അവിടെയാണ് പോയി പിന്നെ ഒരാണ് വന്നത്. ചില കാര്യം നമ്മൾ ചെയ്യുമ്പോഴേ ചിലത് എന്ത് വേണ്ടി വരും അങ്ങനെയും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങോട്ട് ആളെ കൊണ്ടുവരുമ്പോൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ കൂട്ടി അവർക്കാണ് പോവുക. എന്നിട്ട് അവിടെയല്ലേ വിവരമില്ലാത്തവരുള്ളത്. ഇവിടെ ആർക്കും ഇപ്പൊ ഒരു സംശയമില്ലല്ലോ, ഇവിടെ നടത്തുന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ട്. അവിടെ പിന്നെ ഒരു ചെറിയൊരു വെച്ചെട്ടിക്കാണ്ട് അവിടെ ഒരു നോലുമ്പിന്റെ ആദ്യത്തെ ദിവസം നോമ്പ് തുറയും അവിടെ തറാവി നിസ്കാരം തുടങ്ങാണ്. 400-400 വീടുകളുള്ള എല്ലാ വീട്ടുകാർക്കും ഒരു നോൽമ്പർക്കാണ്. നമ്മളെ മഹല്ലത്തിന് ഓരോറ്റ കുട്ടി ഓരാ മന്നോല് മാത്രം നടത്തിയാണ്. സുന്നത്ത് ജമാഅത്തിനെ ആ രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തി. അതാണ് സമസ്ത ചെയ്ത പ്രകാശം, അതാണ് സമസ്ത നടത്തിയ പ്രകാശം. ഒരു ബിദഈ പ്രസ്ഥാനം ഒരു വേണ്ടാത്തൊരു വാദോ വന്നാൽ അവിടെ നമ്മൾ ആളുകൾ ചിന്തിക്കും, കുറച്ചോനെ ഇതിലേക്ക് ചേരാൻ പറ്റുമോ പറ്റൂലേ, ഇത് ഉസ്താദ്മാരൊക്കെ അംഗീകരിക്കണതാണോ അല്ലേ, ഇത് ആലിമീങ്ങളൊക്കെ അംഗീകരിക്കണതാണോ അല്ലേ, സമസ്ത ഇത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ, ആണോ അല്ലേ. അതാണ് സമസ്ത ഇവിടെ പ്രകാശിപ്പിച്ചത്. ഈമാനാണ് പ്രകാശിപ്പിച്ചത്. നമ്മുടെ ഈ പള്ളിയിൽ ഇപ്പൊ 5 വക്ത് നിസ്കരിക്കാൻ ഇവിടുന്ന് വാങ്ക് കേട്ടിട്ട് വീട്ടിൽ ഖദീജ ആയിഷ ഉമ്മ ഓലൊക്കെ നിസ്കരിക്കാൻ എല്ലാവരുടെ നിസ്കാരത്തിലും നിയ്യത്ത് ഫാത്തിഹ വജ്ജഹ്തു സൂറത്ത് അല്ലാഹു റുകൂഅ് സുജൂദ് അത്തഹിയ്യാത്ത് ഇതൊക്കെ സമസ്ത പ്രകാശിപ്പിച്ച് പഠിപ്പിച്ചതാണ്. ഈ സമസ്ത രൂപീകരിച്ച ആദ്യകാല ആലിമീങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു വിഹിതം ഉണ്ട്. ഇനി നമ്മൾ 100-ാം വാർഷികം ആഘോഷിക്കുന്നത് നമ്മളെ മക്കള് അതിന് താഴെയുള്ള മക്കള് ഒരു 200-ാം വാർഷികം ആഘോഷിക്കുന്ന കാലത്ത് അവരുടെയൊക്കെ കൽബിൽ ഫാത്തിഹ ഉണ്ടാകാൻ, യാസീൻ ഉണ്ടാകാൻ, തബാറക ഉണ്ടാകാൻ, വാഖിഅ സൂറത്ത് ഉണ്ടാവാൻ, പടച്ചവനെ ഇതെന്റെ വാപ്പാന്റെ ഖബറാണല്ലോ എന്ന് പറയാൻ, ഇതെന്റെ ഉമ്മാന്റെ ഖബറാണല്ലോ എന്ന് പറയാൻ, അല്ലാഹ് എന്നെ കഷ്ടപ്പെട്ട് പോറ്റിയ വാപ്പ, എന്നെ പഠിപ്പിച്ചെടുത്ത ഉമ്മ എന്നൊക്കെ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഒന്ന് പറയാൻ അല്ലാഹുവേ അങ്ങനത്തെ ഒരു ഈമാനിക ശക്തി നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് നീ എല്ലാ ഖൈറും നൽകണേ അല്ലാഹ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൂടിയ ആണുങ്ങളെങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ 100 ആള് അല്ലേ, പെണ്ണുങ്ങൾ എത്ര ആളുകൾ, ഒരാൾക്ക് ഒന്നെ ഉള്ളൂ ഇവിടെ. അപ്പൊ ശരി 100 ആളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്നെ കൂട്ടാൻ നമ്മള് തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ 100 പെണ്ണുങ്ങളും ഉണ്ടാവും. നമ്മള് 100 പെണ്ണും 100 ആണും പടച്ചോനെ ഞങ്ങളെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് ഇപ്പൊ എത്ര ദുആയിട്ട് 100 ആമീൻ കിട്ടില്ലേ, പെണ്ണുങ്ങളുടെ കൂട്ടിയാൽ 200ആയി. നമ്മളെ ഒന്നിച്ചുള്ള കണക്കിൽ അത്രേ ഉള്ളൂ. പക്ഷേ 200 ആള് ആമീൻ പറഞ്ഞാൽ അത് 600 ആമീനാണ്. എന്തുകൊണ്ട് നമ്മളെ വലഭാഗത്തും ഒരു മലക്കുണ്ട്, ഇടഭാഗത്തും ഒരു മലക്കുണ്ട്. ഉണ്ടോ അല്ലേ? നിങ്ങൾക്കൊരു സംശയമാണ്. ഇന്നാൾ ആരോ പറഞ്ഞു ആ കുഞ്ഞാമീന്റെ വലഭാഗത്തെ മലക്ക് പോയോലോ.
അപ്പൊ അതെന്തേന്ന് വെച്ചു, ഓൻ എന്തെങ്കിലും ഒരു ഹൈറ് പറയണ്ടേ. ഓൻ പറയുന്നതൊക്കെ ഇടഭാഗത്തെ മലക്ക് തന്നെയാണ്. മൂപ്പര് എഴുതി കുഴങ്ങി മറ്റേ ഇങ്ങനെ പോയി ഞാൻ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചണ്ട, അതൊക്കെ അമ്മാമാന്റെ ഹദീസിൽ കേൾക്കണതാണ്. അപ്പൊ അള്ളാഹു ഹൈറ് തരട്ടെ. അപ്പൊ നമ്മളെ വലഭാഗത്തും ഇടഭാഗത്തും 2 മലക്കുകളുണ്ടോ അല്ലേ? നമ്മൾ 200 ഉണ്ടെങ്കിൽ മലക്കളത്തിലായി 400ആയി. പടച്ചോനെ ഞങ്ങളെ ഉമ്മാന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ, വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇപ്പൊ എത്ര ദുആ കിട്ടി ഇവിടെ ഖബറിലേക്ക്? 600 ദുആ കിട്ടി. ആണോ അല്ലേ? നമ്മൾ ആമീൻ പറയുമ്പോ മലക്കുകൾ ആമീൻ പറയോ? എന്തെങ്കിലും ഒരു സംശയിച്ച മതി പറയോ? മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ വഹാബികൾ പറയോ? അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം ആ മലക്ക് വഹാബിയാണോലോ, ആ മലക്ക് ജമാഅത്തേരനാണോലോ എന്ന് കേട്ടിരിക്കണം. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഓർക്കുള്ള എല്ലാം പറഞ്ഞു. ഞങ്ങൾ ഇവിടെ അത്ര ആളുണ്ട്, ഇങ്ങനത്തെ ശക്തിയുണ്ട്, അതിലൊന്നും ഏതില്ല. ആ മലക്ക് ഞങ്ങളാണെന്നുള്ള കണക്കില്ല. ആ മലക്കുകൾ മുജാഹിദിന്റെ ഒപ്പമല്ല, ജമാഅത്തിന്റെ ഒപ്പമല്ല. ഞാൻ ഇത് തമാശ പറയണതല്ല, നിങ്ങൾ ഓർത്തു നോക്കണം. ഞമ്മക്ക് എന്തായാലും കൂടുന്നില്ല എന്ന് പറഞ്ഞത് ഈ മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുതിയ പാർട്ടിക്കൊന്നും നമ്മൾ പോകാൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം, അവരെ നേതൃത്വത്തിലുള്ള ലക്ഷോപലക്ഷം മലക്കുകൾ ഒരൊറ്റൊന്നും മുജാഹിദില്ല, ഒരൊറ്റൊന്നും ജമാഅത്ത് ഇസ്ലാമില്ല. ഉണ്ടോ? എന്തേ പിന്നെ നിങ്ങൾ ഇങ്ങനെ സംശയിച്ചത്? നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, മുഹമ്മദ് മുസ്തഫ, 1,24,000 വരുന്ന നബിമാരെ കൂട്ടത്തിൽ ഒറ്റൊന്ന് മുജാഹിദുണ്ട്, ഒറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിണ്ട്. ഇനി ഏതാ പിന്നെ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, ബീവി ഫാത്തിമ, ബീവി ആയിഷ, ബീവി ഖദീജത്തുൽ കുബ്ര. ആരെങ്കിലും വഹാബികളുണ്ടോ? ഞമ്മക്ക് കിതാബ് ഓതിയ വിവരം കുറവാണെങ്കിലും നമുക്ക് നാടൻ മട്ടത്തിലുള്ള വിവരം ഉണ്ടോ അല്ലേ? അതപ്പോ ഞങ്ങളോട് പറയാം. കിതാബ് ഓതിയതൊക്കെ ആവശ്യം നമ്മൾ എടുത്താൽ മതിയാണ്. ഓർത്തു നോക്കി. ലോകത്ത് മുസ്ലിമീങ്ങളെ പേര് കേട്ടാൽ സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്. ഓരോ നേതാക്കന്മാരെ പേര് കേൾക്കുമ്പോ അവനിഷ്ടപ്പെട്ട പോലെ ലീഗ് നേതാക്കന്മാര് സിന്ദാബാദ് വിളിച്ചാണെങ്കിൽ മാർക്സിസ്റ്റുകാരെ പേര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാർക്സിസ്റ്റ് നേതാവിന്റെ പേര് കേട്ടാൽ കോൺഗ്രസ്സുകാർ സിന്ദാബാദ് വിളിക്കും, അവനാന്റെതേ വിളിക്കുള്ളൂ അല്ലേ? നമ്മൾ മുസ്ലിം ലോകത്ത് പോയിട്ട് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അതാ പറഞ്ഞത്. കണ്ടങ്ങൾ ഒരു സിന്ദാബാദ് കിട്ടുമോ? കിട്ടൂലേ? അതാ പറഞ്ഞത്. ബീവി ആയിഷ, ബീവി ഫാത്തിമ. മുസ്ലിം ലോകത്ത് എവിടെ പോയാലും പേര് കേൾക്കുമ്പോഴേക്ക് എന്ന സിന്ദാബാദ് കിട്ടുന്ന ഒരൊറ്റ ആളും മുജാഹിദുമില്ല, ജമാഅത്തുമില്ല. നമ്മളൊന്ന് പറഞ്ഞു ഉണ്ടോ? നമ്മൾ എവിടെ ചേരുന്നത്, ആരൊപ്പം നിൽക്കണത് എന്ന് ഓർത്തു നോക്കണം. നമ്മള് ആരെങ്കിലും വന്നാൽ ഒരാള് ചിലപ്പോ അരി വിതരണം ചെയ്യുന്നുണ്ടോ? അത് കിട്ടുമെങ്കിൽ വാങ്ങിക്കോളി. ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട് അരി വിതരണം. എന്നാലും നമ്മളവിടെ നോമ്പിന്റെ മുമ്പത്തെ മാസം നമ്മളെ റബീഉൽ അവ്വൽ അവിടെ ജമാഅത്തുകാർ വന്നങ്ങാണ്ട് ആട് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മാമൻ ഞാൻ വിളിച്ചുകൊണ്ട് ചോദിച്ചു, കുട്ടികളെ ജമാഅത്തുകാർ ആടിനെ കൊടുക്കുന്നുണ്ട്, ഞാൻ വാങ്ങട്ടെ ചോദിച്ചു. വേഗം വാങ്ങിക്കോളി. ആട് മുജാഹിദും ജമാഅത്തൊന്നും അല്ലല്ലോ, ആട് നമ്മളെ സുന്നിയല്ലേ. അപ്പൊ ആ മാമന്താക്കി പോയി ആടിനെ വാക്കി അതൊക്കെ വാങ്ങി റെഡിയാക്കിയ മുജാഹിദിന്റെ മൗലവി അതുപോലെ തന്നെ പിന്നെ വേറെ കൊടുത്തൊരാൾ പോലെ രണ്ടാളും കൂടി മാമാന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ മാമ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ രണ്ടാളും നാളെ വരേണ്ടി, ഞാൻ റസൂലുള്ളാഹിന്റെ മൗലൂദ് കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ആടിനെ കിട്ടിയത് കൊണ്ട് ഇപ്പം നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചുകാണ്ടല്ലേ കഴിച്ചത്, നിങ്ങൾ ആടിനെ കിട്ടിയത് നന്നായി, നമുക്ക് മൗലൂദ് കഴിച്ചാലും ഇപ്പൊ ആ ആടിനാണ് കരുതിയിരിക്കുന്നത്, നിങ്ങൾ വരേണ്ടിട്ടോ. അതാ പറഞ്ഞത്, നമ്മളാ ആടിനെ വാങ്ങിക്കാണ്ട് മൗലൂദ് കഴിച്ചോട്ടെ. വല്യമാക്ക ഈമാൻ കിട്ടിയത് സമസ്ത പ്രകാശിപ്പിച്ചതാണ്. വല്യമ്മ ആടിനെ മറ്റോട് കൊടുത്തിട്ട് അതിനെ കൊണ്ട് നിങ്ങളുടെ ഏതാക്കാണ്, നേർച്ചക്കാർക്കാണ്. ഇതാ സമസ്ത പ്രകാശിപ്പിച്ചത്.